വെള്ളിയാഴ്ച റോക്ക് ഫെല്ലറിന് മുകളിലിരുന്ന വൈതൻ ഷാബിൽ നിന്നുള്ള ആൺകുട്ടി ഞായറാഴ്ച ചെൽസിയെ ലോകത്തിന്റെ നെറുകയിലേക്ക് കൊണ്ടുപോയി. ആ വിറയ്ക്കുന്ന ആഘോഷം എല്ലാവർക്കും കാണിച്ചു തന്നു. കോൾ പാമർ അനായാസമായി നടപ്പിലാക്കിയ രണ്ട് അത്ഭുതകരമായ ഏതാണ്ട് സമാനമായ സ്ട്രൈക്കുകളും മനോഹരമായ സോഫ്റ്റ് ഷൂ അസിസ്റ്റും ചെൽസിയെ വിപുലീകരിച്ച ക്ലബ് വേൾഡ് കപ്പിലേക്ക് നയിച്ചു. $1 ബില്യൺ ക്ലബായ ചെൽസിയുടെ പേര് ആ വലിയ നാണയത്തിന്റെ രൂപത്തിലുള്ള ട്രോഫിയിൽ എഴുതി ചേർത്തു. പാരീസ് സെന്റ് ജെർമൻ സമാനതകളില്ലാതായി മാറി. മാതൃക മാറ്റിമറിച്ച ഒരു ടീം. പക്ഷേ യൂറോപ്യൻ ചാമ്പ്യന്മാർക്ക് ഒരു വശത്ത് റോബർട്ട് സാഞ്ചസിനെ തോൽപ്പിക്കാൻ കഴിഞ്ഞില്ല. മറുവശത്താണെങ്കിൽ അവർ തികഞ്ഞ ഒരു പദ്ധതിയുടെ ഇരകളായി മാറി. PSG-യോ മറ്റാരെങ്കിലുമോ പ്രതീക്ഷിച്ചതല്ല ഇത്. അവസാന വിസിൽ മുഴങ്ങുമ്പോൾ അവർ തന്ത്രം കൈവിട്ടുപോയി. മൈതാനത്ത് ഏറ്റുമുട്ടലുകൾ ആരംഭിച്ചു. ആൾക്കൂട്ടത്തിനിടയിൽ എവിടെയോ പരിശീലകൻ ലൂയിസ് എൻട്രിക്കെ ജാവോ പെഡ്രയുടെ കഴുത്തിൽ പിടിച്ചു. മത്സരത്തിന്റെ അവസാന നിമിഷങ്ങളിൽ ജാവോ നെവസ് മാർക്ക് കുക്രേലയുടെ മുടിയിൽ പിടിച്ചു. എന്തുകൊണ്ടും ഒരു ബ്ലോക്ക് ബസ്റ്റർ എൻഡിംഗ് ആയിരുന്നു ഇന്നലെ നടന്നത്. ചെൽസിക്ക് തുടക്കം മുതൽ തന്നെ കാര്യങ്ങൾ ഇതിലും മികച്ചതാവാൻ സാധ്യതയില്ല. ഒടുവിൽ 30 മിനിറ്റിനുള്ളിൽ അവർ അത് നേടി. അതാണ് അവരുടെ എതിരാളികൾ ചെയ്യേണ്ടിയിരുന്നത്. മത്സരത്തിന് മുമ്പേ മാർക്ക് കുക്രേൽ പറഞ്ഞിരുന്നു, അവർ വളരെ വേഗത്തിലും ശക്തമായും കളി തുടങ്ങുമെന്ന് ഞങ്ങൾക്കറിയാം. 95 സെക്കൻഡിനുള്ളിൽ ഉസ്മാൻ ഡെംബേലെ സാഞ്ചസിനെ പിടികൂടാൻ ഏതാണ്ട് ശ്രമിച്ചെങ്കിലും അത് നടന്നില്ല. ആദ്യ അവസരം 10 മിനിറ്റിനുള്ളിൽ ചെൽസിക്ക് ലഭിച്ചു. പാമറുടെ ഷോട്ട് പോസ്റ്റിന് തൊട്ടില്ല എന്ന മട്ടിൽ പുറത്തേക്ക് പോയി. ചെൽസിയുടെ പദ്ധതി വളരെ വ്യക്തമായിരുന്നു. വെല്ലുവിളിയിലേക്ക് വേഗത്തിൽ കടക്കുക, PSG-യുടെ പ്രതിരോധത്തിന് പിന്നിലുള്ള സ്ഥലത്തേക്ക് വേഗത്തിൽ പന്തയക്കുക. ഡെസിറെ ഡൌ ഷോട്ട് സ്വയം എടുക്കുന്നതിന് പകരം ക്വരസ്കേലിയയ്ക്ക് തിരിച്ചു നൽകിയില്ല എങ്കിൽ PSG ഒരുപക്ഷെ തുടക്കത്തിൽ തന്നെ ലീഡ് എടുക്കുമായിരുന്നു. തുടർന്ന് സാഞ്ചസിന്റെ മികച്ച ഒരു ലോ സേവിലൂടെ മറ്റൊരു ശ്രമം കൂടി തടയപ്പെട്ടു. ആ ഘട്ടത്തിലും അതിനുശേഷവും അവർ ഒരു പരിധിവരെ നിയന്ത്രണം കൈവരിച്ചു. ഒടുവിൽ പന്തിന്റെ പൊസിഷൻ 70% ഉയർന്നു. പക്ഷേ ചെൽസി അത് പ്രതീക്ഷിച്ചിരുന്നു. അങ്ങനെ 22ാമത്തെ മിനിറ്റിൽ ചെൽസി മുന്നിലെത്തി. വലതുവശത്തേക്കുള്ള സാഞ്ചസിന്റെ ഡയഗണൽ ബോളിന്റെ ദിശ മനസ്സിലാക്കാൻ ന്യൂനോ മെൻഡസിന് കഴിഞ്ഞില്ല. പുവർ ക്ലിയറൻസ് ആയിരുന്നു മെൻഡസിന്റേത്. ഈ സീസണിലെ വളരെ ചുരുക്കം ചില മിസ്റ്റേക്കുകളിൽ ഒന്ന്. പന്തുമായി മുന്നേറിയ മാലോ ഗുസ്റ്റോ ഷൂട്ട് ചെയ്യാൻ തയ്യാറായി ഏരിയയിലേക്ക് വെട്ടി. ലൂക്കാസ് ബെറാൾഡോ ആദ്യ ശ്രമം തടഞ്ഞെങ്കിലും ഗുസ്തോ പന്ത് എടുത്ത് പാമറിന്റെ പാതയിലേക്ക് ഇട്ടു. അവിടെ പാമർ ഒരു വേൾഡ് ക്ലാസ് പ്ലെയറിന്റെ കമ്പോഷർ എങ്ങനെ ആയിരിക്കണമെന്ന് കാണിച്ചു തന്നു. വളരെ മനോഹരമായ ഒരു ഫിനിഷിംഗ് ആയിരുന്നു ചെൽസിയുടെ മെയിൻ മാനിൽ നിന്നും ഉണ്ടായിരുന്നത്. 8 മിനിറ്റിന് ശേഷം അദ്ദേഹം 2-0 എടുത്ത ഷോട്ടും ഏതാണ്ട് സമാനമായിരുന്നു. ഡെംബേലയുടെ ഒരു മിസ്റ്റേക്കിൽ നിന്നും കിട്ടിയ പന്ത് കോൾവിൽ റൈറ്റ് സൈഡിലേക്ക് നൽകുന്നു. പന്തുമായി മുന്നേറിയ പാമറിന് PSG പ്രതിരോധ നിരയിലെ ബെറാൾഡയും മാർക്കിഞ്ഞോസിനെയും മറികടക്കാൻ ഇടുപ്പുകളുടെ ഒരു ചെറിയ ഇളക്കം മതിയായിരുന്നു. പന്ത് വലയുടെ അതേ മൂലയിലേക്ക് തൊടുത്തുവിട്ടു. അരമണിക്കൂറിനുള്ളിൽ അദ്ദേഹം ഏതാണ്ട് ഒരേ ഷോട്ട് 3 തവണ എടുത്തു. 2 എണ്ണം അകത്തേക്ക് പോയി, മറ്റൊന്ന് അത് നേടിയതുപോലെ തോന്നി. ഇടവേളയ്ക്ക് തൊട്ടു മുന്നേ മധ്യനിരയിൽ നിന്നും പന്തുമായി മുന്നേറിയ പാമർ നൽകിയ മനോഹരമായ പാസിൽ നിന്നും ജാവോ പെഡ്രോ ചെൽസിയുടെ 3ാമത്തെ ഗോൾ നേടുന്നു. ഈ ടൂർണമെന്റിന് ഇടയ്ക്ക് ബ്രൈറ്റണിൽ നിന്നും സൈൻ ചെയ്ത പെഡ്രോ തന്റെ മൂല്യം തെളിയിക്കുന്ന ഒരു ഫിനിഷിംഗ് ആയിരുന്നു കാണിച്ചു തന്നത്. ആ സമയത്ത് ചെൽസി വെറും 126 പാസുകൾ മാത്രമേ പൂർത്തിയാക്കിയിട്ടുള്ളായിരുന്നു. വ്യക്തമായി നിർമ്മിച്ചതും ശാന്തമായി നടപ്പിലാക്കിയതുമായ 3 ഷോട്ടുകൾ അവർക്ക് ഓവർ ടേണിങ്ങിന് അനുയോജ്യമല്ലാത്ത ഒരു ലീഡ് നൽകി. PSG ശ്രമിച്ചില്ല എന്നല്ല ഇതിനർത്ഥം. ഡെംബെലയുടെ ഒരു ക്ലോസ് റേഞ്ച് ഷോട്ട് വളരെ മനോഹരമായി സാഞ്ചസ് തടുക്കുന്നത് നമ്മൾ കണ്ടു. ക്വരസ്കേലിയയുടെ ഷോട്ടും റൂയിസിന്റെ ശ്രമവും സാഞ്ചസിന് മുന്നിൽ നിഷ്പ്രഭമായി. സെക്കൻഡ് ഹാഫിൽ PSG-യെ ഗോൾ അടിക്കാൻ വിടാതെ ഇരിക്കുക എന്ന തന്ത്രമായിരുന്നു ചെൽസിയുടേത്. അതിൽ അവർ വിജയിക്കുകയും ചെയ്തു. വാസ്തവത്തിൽ ആരെങ്കിലും ഗോൾ വീണ്ടും നേടാൻ പോവുകയാണെങ്കിൽ അത് ലിയാൻ ഡെലാപ്പ് ആയിരുന്നു. ടൂർണമെന്റിലുടനീളം ഒരു ഗോൾ മാത്രം വഴങ്ങിയ PSG-യുടെ നെഞ്ചിലേക്ക് 3 എണ്ണം നിറയൊഴിച്ചാണ് ചെൽസി ലോക ചാമ്പ്യന്മാരായത്. ലോക ഫുട്ബോളിലെ ഏറ്റവും മികച്ച മിഡ്ഫീൽഡുകളിൽ ഒന്നായ PSG-യെ തളയ്ക്കുക എന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമല്ല. ഡെംബെലയും ക്വരസ്കേലിയയും ഡുവയും അടങ്ങിയ മുന്നേറ്റ നിരയെ അടക്കി നിർത്തിയ ഡിഫൻഡേഴ്സിനോടും ചെൽസി കടപ്പെട്ടിരിക്കുന്നു. എന്തു തന്നെയായാലും വളരെ മനോഹരമായി നടപ്പിലാക്കിയ ഒരു വേൾഡ് കപ്പിന് പരിസമാപ്തിയായിരിക്കുകയാണ്. ഇനി ഒരു മാസ കാലയളവിൽ ക്ലബ് ഫുട്ബോൾ തുടങ്ങാറായി. ആരാണ് നിങ്ങളുടെ ഇഷ്ട ടീം എന്ന് കമന്റ് സെക്ഷനിൽ തീർച്ചയായും രേഖപ്പെടുത്തുക.